ഹലോ എവ്രിവൺ, എല്ലാവർക്കും ക്രിസ്ത്യന്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് UGC നെറ്റ് പേപ്പർ 1 ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു മാത്ത് ആൻഡ് DI. ഇതൊക്കെ ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളതാണ്. ചില വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ടിപ്പ് കാണുന്നതിന്റെ കൂടെ തന്നെ എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനും. സോ അധികം വൈകിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോർമൽ നമുക്ക് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് സെക്കൻഡ് കൊണ്ട് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും മാത്സിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അറിയുന്നുണ്ടോ, അതിന്റെ ഇക്വേഷൻ അറിയുന്നുണ്ടോ എന്നുള്ളതിന് പുറമെ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തണം. അപ്പോൾ ഓരോരുത്തരും ഓരോ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. The sum of ₹550 amount to 946 in 9 years. അതായത് 550 രൂപയാണ് നിങ്ങളുടെ തുക എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത്. അത് 9 വർഷം കഴിഞ്ഞപ്പോ 946 രൂപ, 946 റുപ്പീസ് ആയിട്ടുണ്ട്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് 9 വർഷം കഴിഞ്ഞപ്പോത്തിന്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർസെന്റ് പെർ ആനം? അതായത് ഇതിന്റെ റേറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമ്മൾ ആദ്യം നമുക്ക് അറിയുന്നുണ്ട് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 550 രൂപയാണ്. സെക്കൻഡ് അറിയേണ്ടത് ഇതിന്റെ എമൗണ്ട് ആണ് 946 എന്ന് പറയുന്നത്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പിൾ ആണ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ എമൗണ്ടിൽ നിന്നും ഈ പ്രിൻസിപ്പിള് അങ്ങ് കുറച്ചാൽ മതി. അതായത് ഈ 946 നിന്നും 946 നിന്നും 550 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 396 എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് 9 വർഷത്തെ നമ്മളുടെ ഇൻട്രസ്റ്റ് ആണ്, 9 ഇയേഴ്സിലാണ്. നമുക്ക് എന്താ കിട്ടേണ്ടത്? ഒരു വർഷത്തെയാണ് കിട്ടേണ്ടത്. ഒരു വർഷത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 396നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് 44 ആണെന്ന്. കാരണം 36 and 36 ആയി നമുക്ക് പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളെ മൈൻഡിലോട്ട് പെട്ടെന്ന് വരണം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ഈ 550ന്റെ ഒരു വർഷത്തേതാണ് 44 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ 9 വർഷത്തേക്കുള്ളതായിട്ടാണ് കാണുന്നത്. അതായത് 100% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇക്വേഷൻ നമുക്ക് നോർമൽ അറിയാവുന്നതാണ്. എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100. താഴെ എന്താ വരിക? പ്രിൻസിപ്പിള് ഇൻറ്റു ടൈം. ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ളത് 44 ആണെന്ന് നമുക്ക് കിട്ടി, ഇൻറ്റു 100. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 550 എന്ന് കിട്ടി. ഈ 44 നമുക്ക് എപ്പോഴും തെറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ടൈമിന്റെ കാര്യമാണ്. നമ്മൾ അധിക പേര് 9 പോയി എഴുതും. 9 അല്ല, ഈ 44 ഒരു വർഷത്തേക്കാണ് നമ്മൾ എടുത്തതെങ്കിൽ ആ ഒരു വർഷമാണ് ഇവിടെ കാണേണ്ടത്. സോ നമുക്ക് ഈ 0 നമുക്ക് വെട്ടാം. ഇവിടെയും 11 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇവിടെ 4 ഉണ്ടാവും, ഇവിടെ 5 ഉണ്ടാവും. 5 10ല് 2 പ്രാവശ്യം നമുക്ക് ആൻസർ 8 എന്നാണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന്. ഇൻ കേസ് ഇത് ഫസ്റ്റ് കാണുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റില് ഒന്നും കൂടെ കാണുക. എന്നിട്ട് ഇത് ഒരു ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി അതിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. സോ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ കുറച്ച് കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവരും, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ. പക്ഷെ ഈ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോ പൊതുവെ കുറെ പേര് സെൽഫ് സ്റ്റഡി പ്രിഫർ ചെയ്യുന്നവരാണ്. സെൽഫ് സ്റ്റഡി പ്രിഫർ ചെയ്യാൻ അവർക്ക് പല റീസൺസ് ഉണ്ടാവും. ഒന്നെങ്കിൽ അവർ വർക്ക് ചെയ്ത സമയത്ത് ഒരു റെഗുലർ കോച്ചിങ് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ സെൽഫ് സ്റ്റഡി എടുക്കുന്നവരും, ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് കൊണ്ട് സെൽഫ് സ്റ്റഡി എടുക്കുന്നവരുണ്ടാവും. അങ്ങനെ പല പല റീസൺ കൊണ്ട് സെൽഫ് സ്റ്റഡി ചൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ
നമ്മുടെ എങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ ഒരു സ്റ്റഡിയില് നമ്മുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ മോക്ക് ടെസ്റ്റ് ഇപ്പൊ നമ്മളൊരു കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ നമ്മൾ അങ്ങനെ ഫോളോ അപ്പ് എടുത്ത് പോകും. കാരണം അവർ അതിനനുസരിച്ച് വീക്ക്ലി ടെസ്റ്റ് ആയിട്ടൊക്കെ തരും. പക്ഷെ നമ്മൾ സെൽഫ് സ്റ്റഡിയിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മോക്ക് ടെസ്റ്റ് ആണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ, ഞാൻ പഠിത്തം കഴിയട്ടെ, സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മോക്ക് ടെസ്റ്റ് എടുക്കേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിനും ഒരു ടൈമിംഗ് ഉണ്ട്. നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് ഫുൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് MCQ PYQ എന്നൊക്കെ പറയുന്നത്. അത് വീക്കിലി വൺസോ ട്വൈസോ ഒക്കെ നിങ്ങൾ MCQ ചെയ്യണം. MCQ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം PYQs ചെയ്യണം. ഈ സെയിം മെത്തേഡിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ പിന്നെയും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒന്നുകൂടി ചെയ്തു നോക്കുക. അതിനുശേഷം വൺസ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. ഈ ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത് വെച്ചാല് നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് നടന്ന എക്സാംസിന്റെ കട്ട് ഓഫ് ചെയ്ത് കമ്പയർ ചെയ്ത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് വരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ജസ്റ്റ് ഒരു 10 ടെസ്റ്റ് എങ്കിലും നിങ്ങൾ മിനിമം എഴുതിയിരിക്കണം. സോ നമ്മുടെ ടെസ്റ്റ് സീരീസ് ആണ് വെറും 499 രൂപയേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് MCQs ഉണ്ട്. യൂണിറ്റ് വൈസ് MCQs ആണ്. PYQs ആണെങ്കിലും യൂണിറ്റ് വൈസ് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫുൾ ടെസ്റ്റും വരുന്നുണ്ട്. സോ ഇതിലാകെ 499 രൂപയേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഇത് പറയുകയാണെങ്കിൽ 1 ഇയർ വാലിഡിറ്റി നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിനുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഗൈഡൻസ് സപ്പോർട്ട് ഉണ്ട്. ഗൈഡൻസ് സപ്പോർട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലായിട്ടില്ല. നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നാൽ പോലും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് നമ്മളെ മെന്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ അതിന് ഗൈഡൻസ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് സീരീസ് എടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് കുറച്ചുകൂടി അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഫുള്ള് ക്ലിയർ ചെയ്ത് തരും. താങ്ക് യു സോ മച്ച്.